രാജ്യത്ത് ലോക്ക്ഡൌൺ വരുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രം. ലോക്ക്ഡൌൺ ആലോചനയിൽ പോലുമില്ല. പ്രചരിപ്പിക്കുന്നത് നിരുത്തരവാദപരമെന്നും കേന്ദ്രം. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ സർവകാല താഴ്ചയിൽ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. കൃത്രിമക്ഷാമം സൃഷ്ടിക്കാൻ നീക്കമെന്ന് സംശയം. കർശന നടപടിക്ക് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ഇന്ധന നികുതി കുറച്ച് നിർണായക നീക്കം. വാർഷിക നഷ്ടം 1.5 ലക്ഷം കോടി. സംസ്ഥാനവും എക്സൈസ് നികുതി കുറയ്ക്കണമെന്ന് BJP. യുദ്ധപ്രതിസന്ധി സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിൽ ചർച്ച നടത്തും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കില്ല. ഡീൽ ആരോപണം നിഷേധിച്ച് ചെറ്റത്തര പ്രയോഗം ആവർത്തിച്ച മുഖ്യമന്ത്രി. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല. BJPക്ക് പാർലമെന്റ് അംഗത്തെ നൽകിയത് CPM ആണെന്ന് ലീഗ്. നേമത്തെ ഡീൽ ആരോപണം തള്ളി CPM-ഉം ലീഗും. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താൻ LDF. തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമെന്ന് AK ബാലൻ. ഉന്നയിക്കാൻ വൈകിയത് ഡീൽ ആരോപണത്തിന് അവസരമൊരുക്കി. MK മുനീറിന് സീറ്റ് നൽകാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എതിർത്തതുകൊണ്ടെന്ന് എളമരം കരീം. B ഗോപാലകൃഷ്ണന്റെ വിദ്വേഷ പരാമർശത്തിൽ നിർദ്ദേശവുമായി ഹൈക്കോടതി. 2 മാസത്തിനുള്ളിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം. മാതൃകാ പെരുമാറ്റച്ചട്ടം എന്തിനാണെന്നും കോടതി. നടപടി തുടങ്ങിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി. വട്ടിയൂർക്കാവിൽ K മുരളീധരനെ കോൺഗ്രസുകാർ കാലുവാരി തോൽപ്പിച്ചേക്കാമെന്ന് പത്മജ. തൃശൂരിൽ തോൽപ്പിച്ചവരെ മുരളി വീണ്ടും വിശ്വസിച്ചത് രാഷ്ട്രീയ മണ്ടത്തരം. മുരളിക്കെതിരെ പ്രചാരണത്തിന് പാർട്ടി തന്നെ നിയോഗിക്കില്ലെന്നും പത്മജ ന്യൂസ് 18നോട്. പാലക്കാട് രമേശ് പിഷാരടി രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല എന്നതിൽ വാക്പോര്. താൻ നടത്തിയ പൊതുപ്രവർത്തനത്തിന് വിസിബിലിറ്റി കിട്ടിയില്ല എന്നേയുള്ളൂ എന്ന് രമേശ്. പാർട്ടി പ്രവർത്തനവും പൊതുപ്രവർത്തനവുമാണ്. നിങ്ങൾ പല ആളുകളുടെയും അവരൊരു 100% പൊളിറ്റീഷ്യൻ ആണെന്ന് പറയുന്നത് അവരുടെ പാർട്ടി പ്രവർത്തനം നോക്കിയിട്ടാണ്. ശരിക്കും രാഷ്ട്രീയം പൊതുപ്രവർത്തനം ആണ് മെയിൻ. 20% പാർട്ടി പ്രവർത്തനവും 80% പൊതുപ്രവർത്തനവുമാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വിസിബിൾ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അതെന്ത് പൊതുപ്രവർത്തനമാണെന്ന് ശോഭാ സുരേന്ദ്രൻ. നിശബ്ദമായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുക, നിശബ്ദമായിട്ട് തമാശ പറയുന്നതാണ് പൊതുപ്രവർത്തനം. അല്ലെങ്കിൽ തമാശ പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ഈ വിഷയമല്ല ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ മധ്യസ്ഥ ചർച്ചകൾ പരാജയം. ഇന്ന് ധാരണയിലാകാനുള്ളത് 22 മാനേജ്മെന്റുകളുമായെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. യുദ്ധം 10 ദിവസത്തേക്ക് നിർത്തുമെന്ന് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. തീരുമാനം ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമെന്നും അവകാശവാദം. US-ഉമായി കരയുദ്ധത്തിന് സജ്ജമെന്ന് ഇറാൻ. ഹോർമുസ് കടന്ന് ഒരു LPG ടാങ്കർ കൂടി ഇന്ത്യൻ തുറമുഖത്ത്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ഇന്ന് 38 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടുത്ത ചൂട് കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ. കവടിയാർ കൊട്ടാരത്തിലെ മോഷണത്തിൽ അന്വേഷണം വഴിമുട്ടുന്നു. സഹകരിക്കാതെ രാജകുടുംബം. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന ആരോപണം. ഉന്നത ഉദ്യോഗസ്ഥർക്ക് രാജകുടുംബം പരാതി നൽകി. വ്യക്തിയവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ മോഹൻലാലിന് ആശ്വാസം. പരാതിക്കാധാരമായ ലിങ്കുകൾ നീക്കണം. നിർദ്ദേശം നൽകി ഡൽഹി കോടതി.